തൊടുപുഴ കരിങ്കുന്നം ഇല്ലിച്ചാരിയിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്ന അജ്ഞാത ജീവി പുള്ളിപ്പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. ആഴ്ചകൾക്ക് മുൻപ് നിരവധി വളർത്തുമൃഗങ്ങളെയാണ് പുലി ആക്രമിച്ചത്. തുടർന്ന് വനംവകുപ്പ് സ്ഥാപിച്ച CCTVയിലാണ് പുള്ളിപ്പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. അടുത്തിടെ കരിങ്കുന്നം ഇല്ലിച്ചാരി മേഖലയിൽ ഒട്ടേറെ വളർത്തുമൃഗങ്ങൾ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതോടെയാണ് ആക്രമണമുണ്ടായ സ്ഥലത്ത് വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചത്. 2 ദിവസം മുമ്പ് ഇതിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രദേശത്തെത്തിയത് പുള്ളിപ്പുലിയാണെന്ന് സ്ഥിരീകരിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം വ്യക്തമാക്കിയതും. പ്രദേശവാസികളായ 3 പേരുടെ 15ഓളം വളർത്തുമൃഗങ്ങളാണ് പുള്ളിപ്പുലിയുടെ ആക്രമണത്തിനിരയായത്. രാവിലെ 7 മണിക്കായപ്പോഴാണ് വെള്ളം നോക്കാൻ വേണ്ടി ടാങ്കിൻ്റെ അവിടെ പോയതാണ്. അപ്പം കോഴികൾ അഴിഞ്ഞു പോയിക്കുമായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്തേക്ക് മാറി നോക്കി, വെറുതെ ചുമ്മാ മേളിലേക്ക് നോക്കിയപ്പോൾ ആ പാറയുടെ താഴെ കൂടെ ഇങ്ങനെ 2 സ്റ്റെപ്പിങ് മാറുന്നേ കണ്ടുള്ളൂ. വരയുണ്ടായിരുന്നു, ഒരു വെള്ളയും മഞ്ഞയും കൂടിയ വരയും, നീളമുണ്ട്, അത്യാവശ്യം പൊക്കമുണ്ട്. അപ്പോഴേക്കും പിന്നെ ഞാൻ അവിടെ നിന്നില്ല, ഞാൻ പോന്നു. ഇല്ലിച്ചാരി മേഖലയുടെ ഒരു ഭാഗം വനം വകുപ്പിന്റെ റിസർവ് മേഖലയിലാണ്. ഇക്കഴിഞ്ഞ 16 വൈകിട്ടാണ് ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയിൽ പുലി ഇറങ്ങുന്നത് പതിവാണെങ്കിലും ലോ റേഞ്ച് മേഖലയിൽ ഇതിനു മുമ്പ് പുലി ഇറങ്ങിയത് ഒരു തവണ മാത്രമാണ്. പുലിയെ കൂടുവച്ച് പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ നിന്നും അനുമതി വേണം. ഇതിനായുള്ള നടപടികൾ തുടങ്ങിയതായി വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജനം, ഇടുക്കി.